ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ യെസ്, തമ്മിൽ കണ്ടതുപോലെ നമ്മുടെ ചാനൽ അങ്ങനെ മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ആയിട്ട് ഇരിക്കുകയാണ്. സോ എന്നെപ്പോലെ പുതിയതായിട്ട് വന്ന ഒരു യൂട്യൂബറെ സംബന്ധിച്ചിട്ട് 1.5 മാസം കൊണ്ടൊരു മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ആക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു വലിയൊരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈം കൊണ്ട് ഞാൻ എങ്ങനെ ഇത് അച്ചീവ് ചെയ്തു എന്നൊക്കെ ഉള്ള കാര്യങ്ങളും എൻ്റെ ഈ ഒരു സന്തോഷവും നിങ്ങളായിട്ട് ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. സോ പറ്റുന്നവരൊക്കെ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ. സത്യം പറഞ്ഞാൽ നിങ്ങൾ എന്ത് പറഞ്ഞാണ് ഞാൻ പരിചയപ്പെടുത്തേണ്ടതെന്ന് ഒന്നും എനിക്കറിയില്ല. കാരണം ആർക്കെങ്കിലും എന്നെ അറിയോ എനിക്കൊന്നും അറിയില്ല. എന്നാലും ഞാൻ പറയുകയാണ്, എൻ്റെ ചാനലിലൊരു ഷോർട്സ് ഉണ്ട്, ഓൾഡ് മരുമകൾ വേഴ്സസ് ന്യൂ മരുമകൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഷോർട്ട് വീഡിയോ, ഒരു ചേടത്തി അനിയത്തി ഒരു കോമ്പിനേഷൻ വെച്ചിട്ട് ഞാൻ ചെയ്തൊരു വീഡിയോയാണ്. അതിന് കറൻ്റ്ലി ഇപ്പോൾ ഒരു 4.2 മില്യൺ വ്യൂസ് ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പേരെങ്കിലും ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയപ്പോഴെങ്കിലും എന്തെങ്കിലും കണ്ട ഒരു ഓർമ്മ ചിലപ്പോൾ ഉണ്ടാവും. അപ്പോൾ യെസ് ഗൈസ്, ആ വീഡിയോയാണ് എൻ്റെ ഈ ഒരു ജേണിയിലേക്ക് എനിക്കൊരു വലിയ വഴിത്തിരിവായത്. എന്ത് വീഡിയോ ഞാൻ ചെയ്യണം, എന്ത് കണ്ടൻറ്റ് ഞാൻ ചെയ്യണം, അതിനെക്കുറിച്ച് പോലും ഒരു ഐഡിയ ഇല്ലാതിരുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എൻ്റെ ചാനലിൽ വളരെ കുറച്ച് വീഡിയോസേ ഉള്ളൂ, ഒരു 40-41 വീഡിയോസ് ഞാൻ ഇട്ടിട്ടുള്ളൂ. അതിൽ കൂടുതലും ഷോർട്സ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ഫസ്റ്റത്തെ ഷോർട്സൊക്കെ ഒന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ആദ്യം ഇട്ടിരിക്കുന്നത് ഒരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ, അതുപോലെ ഞാനൊരു തട്ടുകടയിൽ പോയതിൻ്റെ വീഡിയോ. അപ്പോൾ ആദ്യത്തെ 1-2 വീഡിയോസൊക്കെ അത് തന്നെയാണ്. ആദ്യം ആ ഒരു 2-3 വീഡിയോ ഇട്ടതിന് ശേഷം പിന്നെ എനിക്കിടാൻ എൻ്റെ കയ്യിൽ കണ്ടൻറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഞാനങ്ങനെ എപ്പോഴും വേറെ ഫുഡൊക്കെ കഴിക്കാനായിട്ട് എപ്പോഴും പുറത്തു പോവുകയും പ്രൊഡക്റ്റ് റിവ്യൂ ചെയ്യാനാണെങ്കിൽ അങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രൊഡക്ട്സ് വാങ്ങുന്ന ഒരാളുമല്ല. സോ എനിക്ക് കണ്ടൻറ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു ഐഡിയ ഇല്ലാതിരുന്ന സമയത്താണ് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് സജസ്റ്റ് ചെയ്തത് എൻ്റർടൈൻമെൻറ്റ് കാറ്റഗറിയിലുള്ള വീഡിയോസ് ചെയ്തുകൂടെ. കാരണം ഞങ്ങൾ ഫ്രണ്ട്സ് തമ്മിൽ മീറ്റ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ അങ്ങനത്തെ ടൈപ്പ് ഓഫ് വീഡിയോസ് ഇൻസ്റ്റാഗ്രാമിൽ ചെയ്യാറുണ്ട്. അപ്പോൾ അതിന് 15K 10K വ്യൂസൊക്കെ അതിന് കിട്ടാറുമുണ്ട്. അവൾ അങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോഴാണ് ഞാനും അതിനെപ്പറ്റി ചിന്തിക്കുന്നത്. ശരിയാണല്ലോ, എനിക്ക് ഇഷ്ടമാണ് പേഴ്സണലി അങ്ങനത്തെ വീഡിയോസ് ചെയ്യാൻ എനിക്കിഷ്ടമാണ്. ഇനിയിപ്പോൾ അതിൽ നിന്ന് വേറൊന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, എൻ്റെ ഒരു ഹാപ്പിനെസ്സും കൂടെ ആണല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ഈ ഒരു കാറ്റഗറി വീഡിയോസിലേക്ക് വന്നത്. സോ എല്ലാവരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, എല്ലാവരും എൻ്റർടൈൻമെൻറ്റ് വീഡിയോ ചെയ്യണം എന്നല്ല, ഒരിക്കലും അല്ല. ഓരോരുത്തരും ചിലപ്പോൾ ഓരോ കാറ്റഗറി വീഡിയോസ് ചെയ്യുന്നതിൽ ഓരോരുത്തർ കേപ്പബിൾ ആയിരിക്കും. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് എപ്പോഴും പോയി ട്രാവൽ ചെയ്ത് അതൊന്നും പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. എന്നാൽ എനിക്ക് ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യാൻ ഇഷ്ടവുമാണ്. സോ ഞാൻ അത് ചൂസ് ചെയ്തു. അങ്ങനെ ഇപ്പോൾ വീഡിയോസ് ചെയ്ത് തുടങ്ങി. 1 മാസത്തോളം എന്ത് ചെയ്യണം എന്നൊന്നും അറിയാതെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയിരുന്നു. പിന്നെ ഈ ഒരു കാറ്റഗറി വീഡിയോസ് ചെയ്ത് തുടങ്ങി. എൻ്റെ ഫസ്റ്റ് വീഡിയോ വൈറലായി. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ജാനുവരി 1 എൻ്റെ ആ വീഡിയോ റീച്ചായി തുടങ്ങിയത്. ന്യൂ ഇയർ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞിട്ട് നേരം വെളുത്തിങ്ങനെ കണ്ണ് തുറക്കുമ്പോൾ കാണുന്നത് ഈ വീഡിയോ 100K 200K 300K എന്നൊക്കെ പറഞ്ഞിങ്ങനെ കുതിച്ച് കയറുന്നതാണ് ഞാൻ കണ്ടത്. പക്ഷെ അപ്പോഴും ഞാൻ വിചാരിച്ചു 500 വ്യൂസിൽ വന്നിട്ട് അത് കഴിയുമായിരിക്കും. പക്ഷെ അതും കഴിഞ്ഞ് കയറുന്നത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ഓക്കെ 1 മില്യൺ അടിക്കും. അങ്ങനെ 1 മില്യൺ അടിക്കും എന്ന് വിചാരിച്ച വീഡിയോ പിന്നെ 2 മില്യണായി, 3 മില്യണായി, അങ്ങനെ ഇപ്പോൾ 4.2 മില്യൺ വ്യൂസ് അതിനായി. പക്ഷെ അപ്പോഴും ഇങ്ങനെ ഷോർട്സ് ചെയ്തൊരു മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ആക്കുക എന്നൊക്കെ ഉള്ള കാര്യം എനിക്കത് അപ്പോഴും ഇമാജിൻ ചെയ്യാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു. കാരണം ഇപ്പോൾ 4.2 മില്യൺ ആയെങ്കിലും പിന്നെ എൻ്റെ വേറെ കുറച്ച് വീഡിയോസും കൂടെ ഒക്കെ കൂടിയിട്ട് ഒരു ഏകദേശം ഒരു 5 മില്യൺ ആകാറായിട്ടുണ്ടായിരുന്നു. എന്നാലും പിന്നെ ഒരു 5 മില്യൺ വ്യൂസ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു വലിയൊരു ടാസ്ക് എൻ്റെ മുന്നിൽ കിടക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു, ഓക്കെ ഇനി പയ്യെ ലോങ് വീഡിയോസ് ഇട്ട് തുടങ്ങാം. അപ്പോൾ ഞാൻ ഈ വൈറലായ ഈ ഒരു വീഡിയോയുടെ കണ്ടിന്യൂവേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് എന്നുള്ള രീതിയിൽ ഞാനൊരു വീഡിയോ ചെയ്തു. അതും അത്യാവശ്യം റീച്ചായി. ഇപ്പോൾ അതിനൊരു 40K വ്യൂസ് അതിനായിട്ടുണ്ട്. പക്ഷേ എനിക്കപ്പോൾ ഉണ്ടായ ഒരു ചലഞ്ച് എന്ന് പറഞ്ഞാൽ എനിക്ക് മൈക്കില്ല. സോ ലോങ് വീഡിയോ ചെയ്തപ്പോഴത്തേക്കും മൈക്കില്ലാത്തതിൻ്റെ നല്ലൊരു ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടായിരുന്നു. എന്നാൽ എങ്ങനെയെങ്കിലും മോണിറ്റൈസേഷൻ ആക്കണമല്ലോ, ഇത്രയും റീച്ചായി വരുന്നുണ്ടല്ലോ. സോ മോണിറ്റൈസേഷൻ ആക്കുകയും വേണം. അങ്ങനെ എന്ത് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരുന്നപ്പോഴാണ് ഞാൻ പിന്നെയും ഷോർട്സ് ഇട്ട് തുടങ്ങിയപ്പോൾ അത് കയറുന്നുണ്ടായിരുന്നു. ഞാൻ കരുതിയത് ഒരു വീഡിയോ ഒന്ന് കയറി പിന്നെ അങ്ങോട്ടേക്ക് അങ്ങനെ ഒരു വ്യൂസ് ഒന്നും പ്രതീക്ഷിക്കേണ്ട എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ പിന്നെ ഞാൻ ഇടാൻ തുടങ്ങിയ ചില വീഡിയോസിന് വീണ്ടും 300K 400K അങ്ങനെ വ്യൂസ് കയറാൻ തുടങ്ങി. അപ്പം ഞാൻ ഏകദേശം ഉറപ്പിച്ചു, ഓക്കെ ഒന്നും കൂടെ ഒന്ന് പരിശ്രമിക്കുകയാണെങ്കിൽ എനിക്ക് എന്തായാലും ഷോർട്ട് വീഡിയോസിൽ നിന്ന് തന്നെ മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ആക്കാൻ പറ്റും എന്നെനിക്ക് മനസ്സിലായി.
അങ്ങനെ ഞാൻ പിന്നെ ഷോർട്ട് വീഡിയോസ് കോൺസെൻട്രേറ്റ് ചെയ്ത് വീഡിയോസ് ഇട്ടു. കഴിഞ്ഞ ആഴ്ച എനിക്ക് മോണിറ്റൈസേഷൻ്റെ ആ ഒരു ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയത്, അതായത് 10 മില്യൺ വ്യൂസും പിന്നെ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ എനിക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് എന്നുള്ളിടത്ത് എനിക്ക് 32K സബ്സ്ക്രൈബേഴ്സ്. ആൻഡ് അതിലെനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അത്രയും പേര് എന്നെ ഇഷ്ടപ്പെട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു എന്നുള്ളതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഞാൻ എൻ്റെ ചാനലിൻ്റെ അനലിറ്റിക്സ് നോക്കുമ്പോഴാണെങ്കിലും ഒത്തിരി പേര് വീണ്ടും എൻ്റെ ചാനലിലേക്ക് വരുന്നുണ്ട്, തിരിച്ചു വരുന്നുണ്ട്, എൻ്റെ വീഡിയോസ് കാണാനായിട്ട് വരുന്നുണ്ട് എന്നറിഞ്ഞതിൽ എനിക്ക് ഒത്തിരി സന്തോഷം. അപ്പോൾ ആ വരുന്നതിൻ്റെ ഒരു 1/4 ആളുകളാണ് ഇപ്പോൾ നിലവിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. എന്നാലും അത്രയും പേര് തിരിച്ചു വരുന്നുണ്ട് എന്നറിഞ്ഞതിൽ എനിക്ക് ഒത്തിരി സന്തോഷം. പിന്നെ കുറച്ച് പേരൊക്കെ എൻ്റെ ചാനലിൽ വന്നിട്ട് കമൻറ്റ് ബോക്സിലൊക്കെ എനിക്ക് കുറച്ച് സജഷൻസൊക്കെ പറയുന്നുണ്ടായിരുന്നു. എനിക്കത് ഇഷ്ടമാണ്, ബാക്കിയുള്ളവരുടെ സജഷൻസ്, അവരുടെ അഭിപ്രായങ്ങളൊക്കെ കേൾക്കാൻ എനിക്കിഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ചിലർ ഈ കൺസെപ്റ്റ് ചെയ്യുമോ അങ്ങനെ ചോദിച്ചായിരുന്നു. പക്ഷേ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല, കാരണം അത് ലോങ് വീഡിയോ ചെയ്യാനായിരുന്നു അവരുടെ സജഷൻ. ഞാനിപ്പോൾ എൻ്റെ ഈ മോണിറ്റൈസേഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഷോർട്ട് വീഡിയോസ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ആ ലോങ് വീഡിയോ ചെയ്യാനായിട്ട് പറ്റിയില്ല. പിന്നെ മൈക്കില്ലാത്തതിൻ്റെ ചെറിയ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ലോങ് വീഡിയോയിലൂടെ മോണിറ്റൈസേഷൻ ചെയ്യുക എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് മാറ്റി വെച്ചിട്ട് ഞാൻ ഷോർട്ട് വീഡിയോയിൽ കോൺസെൻട്രേറ്റ് ചെയ്തു. സോ എനിക്ക് അവരോട് എല്ലാവരുടെ അടുത്തും പറയാനുള്ളത്, ഇനിയും സജഷൻസ് പറയാം. ഇപ്പോൾ ഈ വീഡിയോയുടെ താഴെ ആണെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ, എൻ്റെ സൈഡിൽ നിന്ന് അങ്ങനെ എന്തെങ്കിലും വീഡിയോസ് കാണാൻ, ഏതെങ്കിലും റോളൊക്കെ ഞാൻ ചെയ്ത് കാണണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ പ്ലീസ് നിങ്ങളെല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ എന്തായാലും എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെയൊക്കെ അത് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഞാൻ നേരത്തെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കാര്യം പറഞ്ഞത്, എനിക്ക് വീഡിയോസ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള മോട്ടിവേഷനും ആക്ച്വലി ആളാണ് ഒരു വഴിത്തിരിവായത് ഞാൻ ഈ ടൈപ്പ് ഓഫ് വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആളുടെ പേര് സാന്ദ്ര എന്നാണ്. പണ്ട് ടിക്ടോക്കിലൊക്കെ ഒരു ചെറിയ വൈറൽ ഗേളൊക്കെ ആയിരുന്നു. എന്തായാലും ആൾ ഇപ്പോൾ ഒത്തിരി ആക്റ്റീവ് ഒന്നും അല്ല. എന്തായാലും ആൾക്കും ഒരു ചാനലുണ്ട്. വളരെ കുറച്ച് വീഡിയോസൊക്കെ ഇപ്പോൾ ഇട്ട് തുടങ്ങിയിട്ടുള്ളൂ, സ്റ്റാർട്ടിങ് ആണ്. അപ്പോൾ എന്തായാലും ആളുടെ കമൻറ്റ് ഈ വീഡിയോയുടെ താഴെ എന്തായാലും വരും, ഞാനപ്പോൾ പിൻ ചെയ്ത് വെക്കാം. പറ്റുന്നവരൊക്കെ അവളുടെ ചാനലൊന്ന് കാണുക, എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഇനിയും അടിപൊളി കണ്ടന്റുകളൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. സോ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം. അടുത്തൊരു അടിപൊളി കണ്ടന്റായിട്ട് ഞാൻ വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.